ബീഹാർ. പടിഞ്ഞാറ് ഉത്തർപ്രദേശ്, കിഴക്ക് പശ്ചിമ ബംഗാൾ, തെക്ക് ജാർഖണ്ഡ് എന്നിവയാണ് ബീഹാറിൻ്റെ അയൽ സംസ്ഥാനങ്ങൾ. വടക്ക് നേപ്പാളുമായി രാജ്യാന്തര അതിർത്തിയും പങ്കിടുന്നുണ്ട്. പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടൊഴുകുന്ന ഗംഗാനദിയാണ് ബീഹാറിനെ പിളർത്തുന്നത്. മഗധയിൽ നിന്നാണ് ഇന്ത്യയുടെ മൗര്യ സാമ്രാജ്യവും അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വ്യാപകമായി പിന്തുടരുന്ന മതങ്ങളിലൊന്നായ ബുദ്ധമതവും ഉടലെടുത്തത്. രൂപവത്കരണം 1950 ജനുവരി 26. തലസ്ഥാനം പാട്ന. മുഖ്യമന്ത്രി നിതീഷ് കുമാർ. ജനസംഖ്യയുടെ കാര്യത്തിൽ മൂന്നാമത്തെ വലിയ സംസ്ഥാനമാണ്. വിസ്തീർണം അനുസരിച്ച് 12ാമത്തെ വലിയ സംസ്ഥാനമാണ് ബീഹാർ. പ്രധാന ഭാഷ ഹിന്ദി. ബീഹാറിനെ 8 ഡിവിഷനുകളിലായി 38 ജില്ലയായി തിരിച്ചിരിക്കുന്നു. ലോകസഭാ സീറ്റ് 40, രാജ്യസഭാ സീറ്റ് 16, നിയമസഭാ സീറ്റ് 243. ഹൈക്കോടതി പാട്ന ഹൈക്കോടതി. പ്രധാന നഗരങ്ങൾ പാട്ന, ഗയ, ഭഗൽപൂർ, മുസാഫർപൂർ, പൂർണിയ, ദർഭംഗ. ദേശീയ ഉദ്യാനം വാൽമീകി ദേശീയ ഉദ്യാനം. സംസ്ഥാന മൃഗം ഗൗർ. സംസ്ഥാന പക്ഷി വീട്ടുകുരുവി. ബീഹാറിൻ്റെ സംസ്ഥാന വൃക്ഷം ബോധിവൃക്ഷം. ബീഹാറിൻ്റെ സംസ്ഥാന പുഷ്പം ഓർക്കിഡ് ട്രീ. ബീഹാറിലെ സംസ്ഥാന ഫലം മാമ്പഴം. ഇന്ത്യയിലെ പുരാതന സർവകലാശാലയായ നളന്ദ ബീഹാറിലാണ്. യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമായ പുരാതന നളന്ദ ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമാണ്. തെക്കൻ ബീഹാറിലെ മഗധ മേഖലയിലാണ് നളന്ദ സ്ഥിതി ചെയ്യുന്നത്. 1972 നവംബർ 9 പാട്നയിൽ നിന്ന് വിഭജിക്കപ്പെട്ടപ്പോൾ നളന്ദ ഒരു സമ്പൂർണ്ണ ജില്ലയായി മാറി. ബീഹാറിലെ പ്രധാന നദികളാണ് ഗംഗ, ഗാണ്ഡക്, കോസി, കംല, ബഹ്മതി, സുബർണരേഖ, സോൺ എന്നിവ. കടുവകളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ 4ാം സ്ഥാനത്തുള്ള ഇന്ത്യയിലെ 18ാമത്തെ കടുവാ സങ്കേതമാണ് ബീഹാർ. യുനെസ്കോയുടെ 2 ലോക പൈതൃക സ്ഥലങ്ങളും മറ്റ് നിരവധി പുരാതന സ്മാരകങ്ങളും ബീഹാറിലുണ്ട്. മഹാബോധി ക്ഷേത്രം. ബുദ്ധൻ ജ്ഞാനോദയം നേടിയതായി പറയപ്പെടുന്ന സ്ഥലത്തെ അടയാളപ്പെടുത്തുന്ന ബോധഗയയിലെ ഒരു പുരാതന ക്ഷേത്രമാണത്. ബോധഗയ പാട്നയിൽ നിന്ന് ഏകദേശം 96 കിലോമീറ്റർ അകലെയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പുസ്തകങ്ങളുടെ, അപൂർവ കയ്യെഴുത്തു പ്രതികളുടെയും പെയിന്റിങ്ങുകളുടെയും ശേഖരമുള്ള ഖുദാബക്ഷ് ലൈബ്രറി പാട്നയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ബീഹാറിലെ 72 സ്മാരകങ്ങളെ ദേശീയ പ്രാധാന്യമുള്ള സ്മാരകങ്ങളായി അംഗീകരിച്ചിട്ടുണ്ട്. കൂടാതെ 30-ൽ അധികം സ്മാരകങ്ങളെ സംരക്ഷിത സ്മാരകങ്ങളായി അംഗീകരിച്ചിട്ടുമുണ്ട്. വംശനാശന ഭീഷണി നേരിടുന്ന ഗംഗ ഡോൾഫിനുകളുടെ ആവാസ കേന്ദ്രമാണ് വിക്രംശില ഡോൾഫിൻ സാങ്ച്വറി. ഭീംഭട്ട് വന്യജീവി സങ്കേതം, ഗൗതം ബുദ്ധ വന്യജീവി സങ്കേതം, കൈമൂർ സാങ്ച്വറി, ഉദയ്പൂർ വന്യജീവി സങ്കേതം, പന്ത് വന്യജീവി സങ്കേതം എന്നിങ്ങനെ നിരവധി വന്യജീവി സങ്കേതങ്ങൾ ബീഹാറിലുണ്ട്. കൻവർ തടാകം പക്ഷിസങ്കേതം, നാഗി ഡാം പക്ഷിസങ്കേതം തുടങ്ങിയ പക്ഷിസങ്കേതങ്ങളിൽ നിരവധി ദേശാടന പക്ഷികൾ ബീഹാറിൽ എത്തിച്ചേരുന്നുണ്ട്. 2000 നവംബർ 15 ദക്ഷിണ ബീഹാർ വിട്ടുകൊടുത്ത് പുതിയ ജാർഖണ്ഡ് സംസ്ഥാനം രൂപീകരിച്ചു.